സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. എല്ലാ വർഷവും ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു വശത്ത് സന്തോഷവും ഒരു വശത്ത് അല്പം ദുഃഖവും മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറുക. ഇവിടെ പാർലക്കാട് ഭാഗവത സത്രത്തിൻ്റെ സ്റ്റേജിലേക്കും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന ഇപ്രാവശ്യം 32ാമത്തെ അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെയും സ്റ്റേജിലേക്ക് കുറേ സന്തോഷത്തോടു കൂടിയും കുറച്ച് ദുഃഖത്തോടു കൂടിയും കയറാൻ കാരണം ഒരസാധാരണമായ സദസ്സാണ് ഈ രണ്ട് വേദികളിലും ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ദുഃഖം ഉണ്ടാവാൻ കാരണം ഓരോ പ്രാവശ്യവും ഈ സദസ്സുകളിലേക്ക് കയറുമ്പോൾ എൻ്റെ ഒരു വയസ്സ് കുറയുക, തിരിച്ച് പോകാനുള്ള കാലാവധിയോട് അടുക്കുന്നു എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് എനിക്ക് വേറൊരു ദുഃഖവും കൂടിയുണ്ട്. ഭൂമാനന്ദ സ്വാമി ആയതുകൊണ്ട് ആ ദുഃഖം അനുഭവിക്കുകയല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. ഇന്ന് കർമ്മബലവും പുനർജന്മവും എന്ന വിഷയം പ്യുവർ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കാൻ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണം. എത്ര സ്പീഡിൽ പറഞ്ഞാലും 2 മണിക്കൂറെങ്കിലും വേണം. അത് കട്ട് ഷോർട്ട് ചെയ്താൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ ഞാൻ ആരോടാ പറയുക? മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും, ഭൂമാനന്ദ സ്വാമി കേൾക്കില്ല, എനിക്കറിയാം. അതുകൊണ്ട് എന്നോട് പറഞ്ഞു 1.25 മണിക്കൂറിൽ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് വേറെ ഒന്നും പറയാതെ വിഷയത്തിലേക്ക് നേരെ കയറുകയാണ്. മറ്റ് മതങ്ങളുടെ വീക്ഷണപ്രകാരം പാപം പുണ്യം എന്ന് പറയുന്നത് ഈശ്വരനിഷ്ടമുള്ളത് ചെയ്യുന്നത് പുണ്യം, ഈശ്വരനിഷ്ടമില്ലാത്തത് ചെയ്യുന്നത് പാപം. അതായത് the virtue is the one what you are doing for the God. Sin is the one what you are doing against the God. ദൈവത്തിനെതിരെ ചെയ്യുന്നത് പാപം, ദൈവത്തിന് അനുകൂലമായിട്ട് ചെയ്യുന്നത് പുണ്യം. ഹിന്ദു ധർമ്മം നിലനിൽക്കുന്നത് 5 വാക്കുകളിലാണ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ എഴുതിയത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി ആ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന, ആ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ, ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ 5 വാക്കുകളെ പെർഫെക്റ്റ് ആക്കാനാണ്. അതുകൊണ്ട് 10,000 വർഷത്തെ പൈതൃകമുള്ള സനാതനധർമ്മത്തിൻ്റെ 5 തൂണുകൾ എന്ന് പറയുന്നത് മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, ചിന്തകൾ,
കർമ്മം, കർമ്മബലം, കർമ്മത്തിൻ്റെ പ്രതിഫലം, മനസ്സ്, ആ മനസ്സിൽ നിന്ന് ചിന്തകള്, ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവൃത്തികള്, കർമ്മങ്ങള്, കർമ്മത്തിനെ ആശ്രയിച്ചിരിക്കുന്നു കർമ്മബലവും കർമ്മത്തിൻ്റെ പ്രതിഫലവും. ഒന്നുകൂടി ആവർത്തിക്കാം. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. ആ മൈൻഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഗുഡ് എന്നൊരു വാക്ക് കൂടി മൈൻഡിനോട് ചേർത്ത് ഇട്ടാൽ മൈൻഡ് ഗുഡ് മൈൻഡ് ആവും. ഗുഡ് മൈൻഡ് ആയാൽ അതിൽ നിന്ന് വരുന്ന തോട്ട്സ് ഓട്ടോമാറ്റിക്കലി ഗുഡ് തോട്ട്സ് ആവും. മൈൻഡ് ഗുഡായി തോട്ട്സ് ഗുഡായാൽ ആക്ഷൻ ഓട്ടോമാറ്റിക്കലി ഗുഡാവും, റിസൾട്ടും ഗുഡാവും, റിവാർഡും ഗുഡാവും. അപ്പൊ ഗുഡ് മൈൻഡ്, അതിൽ നിന്ന് ഗുഡ് തോട്ട്സ്, അതിൽ നിന്ന് ഗുഡ് ആക്ഷൻ, അതിൽ നിന്ന് ഗുഡ് റിസൾട്ട്, അതിൽ നിന്ന് ഗുഡ് റിവാർഡ്. ആ മൈൻഡിന്റെ കൂട്ടത്തിൽ ബാഡ് ഇട്ടാൽ ബാഡ് മൈൻഡ്, ബാഡ് തോട്ട്സ്, ബാഡ് ആക്ഷൻ, ബാഡ് റിസൾട്ട്, ബാഡ് റിവാർഡ്. ഇതിനെ മലയാളത്തിലേക്ക് ആക്കിയാൽ ഗുഡ് മൈൻഡ് സന്മനസ്, ഗുഡ് തോട്ട്സ് സത്ചിന്തകൾ, ഗുഡ് ആക്ഷൻ സത്കർമ്മങ്ങൾ, ഗുഡ് റിസൾട്ട് സത്കർമ്മ ഫലങ്ങൾ, ഗുഡ് റിവാർഡ് സത്കർമ്മ പ്രതിഫലം. സന്മനസ്, ഈ വാക്കുകൾ ഓർത്തിരിക്കണം. സന്മനസ്, അടുത്ത വിവരണം വരുന്നത് ഇതിൽ നിന്നാണ്. ഇന്നത്തെ സബ്ജക്റ്റ് വളരെ ഗഹനമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വിവരണം. സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മം, സത്കർമ്മബലം, സത്കർമ്മ പ്രതിഫലം. ഒന്നുകൂടി പറയാം. സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. ദുർമനസ്, ദുഷ്ചിന്തകൾ, പാപകർമ്മം, പാപം, നരകം. ദുർമനസ്, ദുഷ്ചിന്തകൾ, പാപകർമ്മം, പാപം, നരകം. അപ്പൊ നരകത്തെ സ്വർഗമാക്കാൻ മാറ്റം എവിടെയാ വരേണ്ടത്? മനസ്സിൽ. നരകത്തെ സ്വർഗമാക്കാൻ മാറ്റം വരേണ്ടത് പാപത്തെ പുണ്യമാക്കണം, പാപകർമ്മത്തെ പുണ്യകർമ്മമാക്കണം, ദുഷ്ചിന്തകളെ സത്ചിന്തകളാക്കണം, ദുർമനസ്സിനെ സന്മനസ്സാക്കണം. അപ്പൊ ഇവിടെ പാപം എന്ന വാക്ക്, പുണ്യം എന്ന വാക്ക് വന്നിരിക്കുന്നു. പുണ്യം എന്ന വാക്ക് മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾ. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾക്കും സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്, സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന പ്രവൃത്തിയുടെ പേരാണ് പുണ്യം. ഇപ്പൊ ഇവിടെ ദൈവവുമായിട്ട് പുണ്യത്തിന് ബന്ധമില്ല. ഹിന്ദു ധർമ്മത്തില് ശ്രീ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ തിങ്കിങ് അബൌട്ട് അതേഴ്സ്, ദാറ്റ് ഈസ് വെർച്യു. തിങ്കിങ് ഓൺലി അബൌട്ട് യു, ദാറ്റ് ഈസ് സിൻ. എക്സ്പാൻഷൻ ഈസ് വെർച്യു, കോൺട്രാക്ഷൻ ഈസ് സിൻ. അപ്പൊ നമ്മള് ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളുടെയും മനസ്സിന് നന്മ വരുത്തുന്ന, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന, കുടുംബ ബന്ധത്തെ ദൃഢമാക്കുന്ന, സംസ്കാരത്തെ സമ്പന്നമാക്കുന്ന, സമൂഹത്തിലെ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തിക്കും പറയുന്ന പേരാണ് പുണ്യം. അതേപോലെ മനസ്സിന് തിന്മ വരുത്തുന്ന, ശരീരത്തിന് അനാരോഗ്യം വരുത്തുന്ന, കുടുംബ ബന്ധത്തെ ഛിദ്രമാക്കുന്ന, സംസ്കാരത്തെ അസംസ്കാരികമാക്കുന്ന, സംസ്കാരിക മുക്തമാക്കുന്ന, സമൂഹത്തിൽ തിന്മകൾ പരത്തുന്ന, രാഷ്ട്രത്തിൻ്റെ അനൈക്യത്തിന് കാരണമാകുന്ന, സർവചരാചരങ്ങളുടെയും വേദനയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് പാപം. അതാണ് പാപം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞത് അവിടെ വെച്ചേക്കാം. ഇനി ഞാൻ വിഷയം മാറ്റാണ്, എന്നിട്ട് തിരിച്ച് ഞാൻ വേറെ വിഷയത്തിലേക്ക് വരാം. കാതറിൻ എന്നൊരു പെൺകുട്ടി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു 2006 വരെ. ആ പെൺകുട്ടി അവിടുത്തെ സൈക്കോളജി പ്രൊഫസർ ബ്രയൻ വൈസിൻ്റെ അടുത്ത് ചെന്ന്
ഈ കാതറിൻ എന്ന പെൺകുട്ടി വിവരിക്കുകയാണ്, എനിക്ക് ഈ ജീവിതത്തിൽ അസാധാരണമായ മാനസിക പ്രശ്നങ്ങൾ, എനിക്ക് ജീവിക്കാനേ പറ്റണില്ല, എനിക്ക് എല്ലാവരെയും കണ്ടാൽ ഭയമാണ്, എനിക്ക് തീ കണ്ടാൽ പേടിയാണ്, എനിക്ക് വെള്ളം കണ്ടാൽ പേടിയാണ്, ഞാൻ എന്തെല്ലാമോ എപ്പോഴെല്ലാമോ ചിന്തിക്കുന്നു, എനിക്ക് ഇന്ന പ്രൊഫസറെ കണ്ടാൽ അയാൾ എന്നെ പഠിപ്പിക്കുന്നില്ല എങ്കിലും ആ പ്രൊഫസറെ കണ്ടാൽ എനിക്ക് ഭയമാണ്, അങ്ങയെ കാണുമ്പോൾ എനിക്ക് ബഹുമാനമാണ്, അങ്ങ് ഒരു മനഃശാസ്ത്രജ്ഞനാണ്, അങ്ങ് എന്നെ രക്ഷിക്കണം. ഇത് കാതറിൻ എന്ന പെൺകുട്ടി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസറോട് പറഞ്ഞപ്പോൾ, സൈക്യാട്രി പ്രൊഫസർ ഒരു യുക്തിവാദിയാണ്, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഈ കുട്ടിയോട് പറഞ്ഞു, മുഴുവനും കേട്ടതിന് ശേഷം എനിക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കണം. ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. എന്നിട്ട് ആ 3 പേരെയും ഇരുത്തി പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം അതിന് വിധേയമാക്കാൻ പോവാണ്. റിഗ്രസീവ് ഹിപ്നോട്ടിസം, റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം എന്ന വാക്ക്, ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ടൊന്ന് കൈ ഉയർത്തുക, ഞാൻ വിവരിക്കാം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷവും ഇവിടെയുള്ള വലിയ ക്ലോക്ക് കാണുമ്പോൾ പേടിയുമാണ്. അപ്പോൾ ഓർമ്മിക്കുക, ആ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം അതിന് വിധേയമാക്കാൻ അച്ഛനും അമ്മയും മകളും ഒപ്പിട്ട് കൊടുത്തു. എന്താ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം? ആ കുട്ടി ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക. പുറകോട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്തത്, കഴിഞ്ഞ മാസം ചെയ്തത്, കഴിഞ്ഞ വർഷം ചെയ്തത്, അതിന് 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് ഈ കുട്ടി അതിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ 4ാമത്തെ മാസം ആകുന്നത് മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാം ആ കുട്ടിയെ ഹിപ്നോട്ടൈസ്ഡ് നിദ്രയ്ക്ക് വിധേയമാക്കി ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച് അത് മുഴുവനും ഈ പ്രൊഫസർ റെക്കോർഡ് ചെയ്ത് എടുത്തു. അതായത് ആ 23 വയസ്സായിട്ടുള്ള പെൺകുട്ടി, കാതറിൻ എന്ന പെൺകുട്ടി, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പെൺകുട്ടി, ആ കുട്ടിക്ക് ജീവിതത്തിൽ ഇത്രയും അധികം വെള്ളം കണ്ടാൽ പേടി, അഗ്നി കണ്ടാൽ പേടി, ചില വ്യക്തികളോട് അമർഷം, ഈർഷ്യ, വാശി, ഈ പ്രൊഫസറോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും, ഇതിനെല്ലാമുള്ള കാരണമെന്ത് എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഈ പ്രൊഫസർ ആ കുട്ടിയെ ഹിപ്നോട്ടൈസ്ഡ് നിദ്രയ്ക്ക് വിധേയമാക്കി പുറകോട്ട് എടുത്തത്. അങ്ങനെ ആ പെൺകുട്ടി അമ്മയുടെ ഗർഭത്തിൽ ആ എംബ്രിയോയും സ്പേമും, ബീജവും അണ്ടവും തമ്മിൽ ചേർന്ന് 4 മാസം കഴിഞ്ഞത് മുതൽക്ക്, 4 മാസം വരെ ഒന്നും കിട്ടിയില്ല, 4 മാസത്തിന് ശേഷമുള്ളത് ആ കുട്ടിയെ കൊണ്ട് അമ്മയുടെ ഗർഭത്തിലുള്ളത് ഉൾപ്പെടെ പറയിപ്പിച്ച് എല്ലാം റെക്കോർഡ് ചെയ്തെടുത്തു. അതിനുശേഷം ആ പ്രൊഫസർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ 4 മാസത്തിൽ നിന്ന് പുറകോട്ടയ്ക്ക് വീണ്ടും പറ്റുമോ എന്ന് നോക്കാൻ. നിരന്തരം ശ്രമിച്ച് അവസാനം ആ കുട്ടി പലതും പറയാൻ തുടങ്ങിയത് മുഴുവനും റെക്കോർഡ് ചെയ്തെടുത്തപ്പോൾ ഏതാ ഭാഷ എന്നുള്ളത് ഒന്നും മനസ്സിലാവണില്ല. അത്രയും നേരം ഇംഗ്ലീഷ് സംസാരിച്ച ആ കുട്ടി വേറെ ഏതോ ഭാഷയിൽ സംസാരിക്കുന്നു. ആ ഭാഷയിൽ ആ കുട്ടി സംസാരിച്ചത് മുഴുവനും റെക്കോർഡ് ചെയ്തെടുത്ത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ആ പ്ലേ ചെയ്യുന്നതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചു ഈ ഭാഷ ഏതാണെന്ന്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ദേശത്തിലെയോ വിദേശത്തിലെയോ കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇന്ന പ്രൊഫസറെ കോണ്ടാക്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? പ്രൊഫസർക്ക് ഈ ഭാഷ അറിഞ്ഞൂടാ. ആർക്കെങ്കിലും 32,000 കുട്ടികൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഞാൻ 5-6 പ്രാവശ്യം ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 2-3 കുട്ടികൾ വന്ന് ഈ ബ്രയൻ വൈസ് എന്ന പ്രൊഫസറോട് പറഞ്ഞു, ഈ ഭാഷ മംഗോളിയൻ ഭാഷയാണ്,
ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ ആ മംഗോളിയൻ ഭാഷയിൽ ഈ കുട്ടി പറയുന്ന വരികൾ ഇതെല്ലാമാണ്. അതാണ് ആ പ്രൊഫസർക്ക് അസാധാരണമാം വിധത്തിൽ ഒരു അത്ഭുതകരമായ വികാരമുണ്ടാക്കാൻ കാരണമായത്. ആ പ്രൊഫസർ അത് മുഴുവനും എടുത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ചോദിച്ചു, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മംഗോളിയയിലുണ്ടോ? ഈ കുട്ടി മംഗോളിയയിൽ പോയിട്ടുണ്ടോ? മംഗോളിയൻ ഭാഷ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ സ്നേഹിതരോ ആരെങ്കിലും മംഗോളിയയിൽ പോയിട്ടുണ്ടോ? അവര് ആ അടിമുടി പൂർണ്ണമായിട്ടും വിശദീകരിച്ചു കൊടുത്തു. മംഗോളിയ എന്ന പ്രദേശം പോലും അവരുടെ മെമ്മറിയുടെ ലിസ്റ്റിൽ കാര്യമായിട്ടില്ല. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു സംശയം തോന്നിയത്, ഈ കുട്ടിക്ക് മംഗോളിയൻ ഭാഷ എങ്ങനെയാ കിട്ടിയത്? അത് കഴിഞ്ഞ് അത് അവിടെ നിർത്തുന്നു. പിന്നെയും ആ കുട്ടിയെ ഇങ്ങനെ പുറകോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ അസാധാരണമാം വിധത്തിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ പെർഫെക്റ്റ് ലാംഗ്വേജിൽ ആ കുട്ടി ഈജിപ്ഷ്യൻ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈജിപ്ഷ്യൻ ഭാഷയിൽ ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല, വളരെ ക്ലാരിറ്റി. ഈ പ്രൊഫസർക്ക് ഈജിപ്ഷ്യൻ ഭാഷ അറിഞ്ഞുകൂടാ. ഈജിപ്ഷ്യൻ ഭാഷ അറിയാവുന്ന വ്യക്തികളെ കൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചു. ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു ചോദ്യം ഈ പ്രൊഫസർ ഈ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ടാണ് തീ കാണുമ്പോൾ ഇത്രയും ഭയം എന്ന് നീ എന്നോട് പറഞ്ഞത്? എന്തുകൊണ്ട് നീ അഗ്നിയെ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് നീ വെള്ളത്തെ ഭയപ്പെടുന്നു? ഒരു സെക്കൻഡ് പോസ് കൊടുത്ത് നിർത്തിയിട്ട് ആ കുട്ടി പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അമേരിക്കൻ യുദ്ധക്കപ്പലിൽ ഒരു സെയിലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ജപ്പാനിലെ വിമാനത്തിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കുന്ന കപ്പലിനകത്തേക്ക് വീണ ബോംബ് പൊട്ടി ആ കപ്പൽ പൊട്ടിത്തെറിച്ചപ്പോൾ അതിലെ തീയ എൻ്റെ ശരീരത്തിൽ പടർന്ന് ആ തീയിൻ്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ കടലിലേക്ക് എടുത്ത് ചാടി മുങ്ങി മരിക്കുക ചെയ്തത്. ആ തീയിൻ്റെ ചൂടും വെള്ളത്തിൽ മുങ്ങി മരിച്ചതിൻ്റെ ഭയവും എന്നിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ സംഭവിക്കാത്തത് ഏതോ കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ചത് ആ കുട്ടി പറയുന്നു, ഇന്നതാണ് സംഭവിച്ചത്. എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നു, നീ പറഞ്ഞല്ലോ ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോർജ് എന്ന പ്രൊഫസർ, ആ ജോർജ് എന്ന പ്രൊഫസർ നിന്നെ പഠിപ്പിച്ചിട്ടില്ല, ആ ജോർജ് എന്ന പ്രൊഫസറുമായിട്ട് നിനക്ക് ഒരു ബന്ധവുമില്ല, എങ്കിലും അയാളെ കാണുമ്പോൾ നിനക്ക് വെറുപ്പാണെന്ന് പറഞ്ഞല്ലോ, അതിനെന്താ കാരണം? അതിന് കുറേ ജന്മങ്ങൾക്ക് മുമ്പ് ഞാൻ എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അന്ന് ഇയാൾ എൻ്റെ ഭർത്താവായിരുന്നു. അന്ന് എന്നെ നരകയാതന അനുഭവിപ്പിച്ചതിൻ്റെ ആ പക എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് അയാളോട് എനിക്ക് ഒരു തരത്തിലും കാണുമ്പോൾ വാശിയും പകയും തോന്നുന്നത്. എന്നോട് നിനക്ക് എന്താണ് ഇത്രയും ബഹുമാനം തോന്നാൻ കാരണം? അത് അങ്ങക്ക് അറിഞ്ഞൂടെ? നമ്മൾ രണ്ടുപേരും സോക്രട്ടീസിൻ്റെ കീഴിൽ ഒരേപോലെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളല്ലേ? അങ്ങക്ക് എന്നെയും അന്ന് ഇഷ്ടമായിരുന്നു, എനിക്ക് അങ്ങയെയും ഇഷ്ടമായിരുന്നു. ഒരു വിദ്യാർത്ഥിയും ഗുരുനാഥനും എന്നുള്ള രീതിയിൽ ആ ബഹുമാനം ഇന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു. ഞാൻ പ്രധാനപ്പെട്ട 4 പോയിന്റാണ് എടുത്തു പറഞ്ഞത്. 1, വെള്ളത്തിനോട് ഭയം തോന്നാൻ കാരണം. 2, അഗ്നിയോട് ഭയം തോന്നാൻ കാരണം. 3, ജോർജ് എന്ന പ്രൊഫസറോട് ദേഷ്യം തോന്നാൻ കാരണം. 4, ഈ വ്യക്തിയോട് ബഹുമാനം തോന്നാൻ കാരണം. ഇതുകൂടാതെ വേറെ 100 കണക്കിന് ചോദ്യങ്ങൾക്ക് ആ കുട്ടി റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിൽ മറുപടി പറയുന്നുണ്ട്. അപ്പം ആ കുട്ടിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഓരോ ജന്മത്തിൽ അനുഭവിച്ച നന്മകളും തിന്മകളും എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ജന്മം കഴിയാറാവുമ്പോൾ, ഒരു ജന്മത്തിൽ നീ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇനി നീ എങ്ങോട്ടാ പോകുന്നത്? അതിന് നീ മറുപടി പറയുന്നത് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ. ഒരു ജന്മത്തിൻ്റെ അവസാന ഭാഗത്തിൽ നീ മരിച്ചു എന്ന് എന്നോട് ശേഷം പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയുന്നത് കുറേ കഴിഞ്ഞിട്ടാണല്ലോ. എന്തുകൊണ്ടാണ് നീ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം
അടുത്ത വിവരണം തരാൻ ഇത്രയും അധികം വൈകുന്നത്? ആ കുട്ടി മറുപടി പറഞ്ഞു, എൻ്റെ ജീവാത്മാവ് ആ ശരീരം ഉപേക്ഷിച്ച് ആ അപ്പ ചെയ്ത കർമ്മബലവും പേറി ആ കർമ്മബലം അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ശരീരം കിട്ടുന്നത് വരെ അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, മനസ്സിലാവണുണ്ടോ ഞാൻ പറയണത്? ഉണ്ട്. എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ കൈ ഉയർത്താം. ഇനി ഞാൻ ഈ ചോദ്യം ചോദിക്കില്ല. അപ്പോൾ ആ കുട്ടിയുടെ മരണശേഷം ആ ആത്മാവ് ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഭഗവത്ഗീതയിലെ വരിയാണ്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഓർമ്മിക്കുക, ഈ ശരീരത്തിൽ ജീവാത്മാവ് നിലനിൽക്കുമ്പോൾ ഈ ശരീരം ബാല്യം, കൗമാരം, യൗവനം, പിന്നെ ജരാ, വാർദ്ധക്യം എന്നീ നിലവാരത്തിലൂടെ കടന്നുപോയി ഈ ജീവാത്മാവ് ദേഹാന്തരപ്രാപ്തി വേറൊരു ദേഹത്തെ സ്വീകരിക്കുന്നു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ BC 3140 അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ കൊടുത്ത ഭഗവത്ഗീതയിൽ പറയുന്നു. അതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ പറയുന്നു, വാസാംസി ജീർണാനി യഥാവിഹായ. അർത്ഥം മനസ്സിലായി? ജീർണിച്ച വസ്ത്രത്തെ എങ്ങനെയാണോ ഉപേക്ഷിച്ച്, വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി. മനുഷ്യര് ജീർണിച്ച വസ്ത്രത്തെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രത്തെ എപ്രകാരമാണോ സ്വീകരിക്കുന്നത് അപ്രകാരം നമ്മുടെ ശരീരത്തെ തഥാ വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി. ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് ഈ ആത്മാവ് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവത്ഗീതയിലും അതിനേക്കാൾ മുമ്പിൽ ഉപനിഷത്തുക്കളിലുമെല്ലാം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനമുണ്ട്. തസ്മാദപരിഹാര്യാർത്ഥേ നത്വം ശൂചിതുമർഹസി. ജനന മരണങ്ങളെ കുറിച്ച് നിനക്ക് ചിന്തിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല അർജുന. കാരണം അത് രണ്ടും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. അത് രണ്ടും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. അപ്പൊ എനിക്കും നിങ്ങൾക്കും അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. ജനനത്തിന് മുമ്പുള്ള നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. ജനനത്തിന് മുമ്പുള്ള നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. മരണത്തിന് ശേഷമുള്ള നമ്മളുടെ അവസ്ഥയും നമുക്കറിഞ്ഞൂടാ. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നമ്മുടെ അവസ്ഥയിലാണ് നമ്മൾ ഈ ചവിട്ട് നാടകം മുഴുവനും മറൈൻ ഡ്രൈവിലും കോഴിക്കോടും ഒക്കെ നടത്തി ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ളത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് ഒരു 85 വർഷം 28,000 ദിവസം നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. അത് കൃഷ്ണൻ പറഞ്ഞതാ. ജനനത്തിന് മുമ്പുള്ളത് അറിഞ്ഞൂടാ. എന്താ കാരണം? റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ പോയാലേ അപ്പുറത്തേത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഋഷിവര്യന്മാർക്കേ കിട്ടുള്ളൂ. അപ്പൊ ഈ കുട്ടി പറയുന്നു, എൻ്റെ ആത്മാവ് അടുത്ത ശരീരം ലഭിക്കുന്നത് വരെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാത്തത്. ഞാൻ കുറച്ചും കൂടി താഴത്തേക്ക് പോവാണ്. 3 പേര് കോട്ടുവായ വിട്ടാൽ ഞാൻ മുളയ്ക്ക് വരും. ഓർമ്മിക്കുക. അപ്പൊ ഈ കുട്ടിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നീ ജനിച്ചു, കുറേ കാലം ജീവിച്ചു, അതിനുശേഷം മരിച്ചു, എന്നിട്ട് നിന്റെ ആത്മാവ് അടുത്ത ശരീരം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇത് എത്ര കാലമായി തുടരുന്നു? ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി? ഈ ജനന മരണ സൈക്കിള് എത്ര കാലമായി തുടരുന്നു? ആ കുട്ടി ഒന്നും മറുപടി പറയുന്നില്ല. വീണ്ടും ചോദിക്കാൻ, ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയാൻ ഇത്രയും വൈകുന്നത് എന്താണ്? ആ കുട്ടി മറുപടി പറയുന്നത്,
I am waiting for the reply of the master angel. I am waiting for the reply of the master angel. ജീവാത്മാവ് പരമാത്മാവിൻ്റെ മറുപടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇൻഡിവിജ്വൽ സോൾ ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈ ഓഫ് ദി കോസ്മിക് സോൾ. ഈ രണ്ട് വാക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇൻഡിവിജ്വൽ സോൾ ജീവാത്മാവ്, കോസ്മിക് സോൾ പരമാത്മാവിൻ്റെ മറുപടി കിട്ടാൻ കാത്തിരിക്കുന്നു. ആ മറുപടി കിട്ടുമ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ജനന മരണ ചക്രം എത്ര കാലം തുടരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം, അനാദികാലമായിട്ട് ഈ ജനന മരണ ചക്രം തുടരുന്നു. എത്രയായി എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല. അടുത്ത ചോദ്യം, ഇനി എത്ര കാലം ഈ ജനന മരണ ചക്രം തുടരും? ചോദ്യം മനസ്സിലായി? അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചോദ്യം, നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചോദ്യം. ഇനി പറയാൻ പോകുന്നത് ഇന്നു മുതൽക്ക് ജീവിതത്തിൽ പകർത്തണം, നിർബന്ധമായും പകർത്തണം. അതിൻ്റെ ഉത്തരം ഇതാണ്. ഈ പ്രൊഫസറോട് ഈ കുട്ടി പറയാണ്, ദ സോൾ ഹാസ് ഗോട്ട് 6 ലെവൽസ്. ഈ ആത്മാവിന്, ആ ആത്മാവ് ഏത് ശരീരത്തിലാണോ ഇത്രയും കാലമുണ്ടായിരുന്നത്, ആ ശരീരങ്ങൾ പ്ലൂരൽ, അർത്ഥം മനസ്സിലായി? പല ജന്മത്തിലുണ്ടായപ്പോൾ, പല ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ ആ ശരീരങ്ങൾ ചെയ്ത സത്കർമ്മ ബലങ്ങളും ദുഷ്കർമ്മ ബലങ്ങളും, പോസിറ്റീവ് ആക്ഷൻ്റെ റിസൾട്ടും നെഗറ്റീവ് ആക്ഷൻ്റെ റിസൾട്ടും, ആക്ഷനുകളുടെ പോസിറ്റീവ് റിസൾട്ടുകളും ആക്ഷനുകളുടെ നെഗറ്റീവ് റിസൾട്ടുകളും അനുഭവിച്ച് തീർത്തതിൻ്റെ ബാക്കിയും കൊണ്ട് ഈ ആത്മാവ് വരുന്നത് ആ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ബലം അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരവും സെലക്ട് ചെയ്യാനാണ്. ഇത് സയൻസാണ്, ഭാഗവതമല്ല ഞാൻ പറയുന്നത്. ഇത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഉള്ളതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ബ്രയൻ വൈസിന്റെ പ്യുവർ സയൻസ്. 70 മില്യൺ കോപ്പി പുസ്തകം, 70 മില്യൺ, 7 കോടി കോപ്പികൾ ഒറ്റ വർഷം കൊണ്ട് ചെലവായ പുസ്തകത്തിൽ പറയുന്നു, ജീവാത്മാവ് കഴിഞ്ഞ ജന്മത്തിൻ്റെ അവസാനം വരെ ചെയ്തു കൂട്ടിയ സഞ്ചിത കർമ്മബലം, മനസ്സിലാവുന്നുണ്ട്? കഴിഞ്ഞ ജന്മം വരെ അതിൻ്റെ മുമ്പിലത്തേക്ക് കുറേ കർമ്മങ്ങൾ നല്ലതും ചെയ്തിട്ടുണ്ട്, ചീത്തയും ചെയ്തിട്ടുണ്ട്. സത്കർമ്മ ബലങ്ങളുമുണ്ട്, ദുഷ്കർമ്മ ബലങ്ങളുമുണ്ട്. സത്കർമ്മ ബലങ്ങൾക്ക് നമ്മൾ കുറച്ചു മുമ്പ് ഒരു പേരിട്ടിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞില്ലേ? സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മം, സത്കർമ്മ ബലം, സത്കർമ്മ പ്രതിഫലം, ദുർമനസ്, ദുഷ്ചിന്തകൾ, പാപകർമ്മം, പാപം, നരകം. മനസ്സിലാവുന്നുണ്ട്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അതാണ്. സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. അപ്പൊ സത്കർമ്മ ബലത്തിൻ്റെ പേരാണ് പുണ്യം, ദുഷ്കർമ്മ ബലത്തിൻ്റെ പേരാണ് പാപം. അപ്പൊ കഴിഞ്ഞ ജന്മം വരെ എത്രയോ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത സത്കർമ്മ ബലങ്ങൾ അഥവാ പുണ്യം, ഞാൻ ചെയ്ത ദുഷ്കർമ്മ ബലങ്ങൾ അഥവാ പാപലം, ആ പുണ്യവും പാപവും അനുഭവിച്ച് തീർക്കാത്തത് ഒരു സഞ്ചിയിലാക്കി ആത്മാവ് അടുത്ത ശരീരം സ്വീകരിച്ച് അതിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിന് സഞ്ചിത കർമ്മബലം. സഞ്ചി അറിയാമല്ലോ ഇല്ലേ? സഞ്ചി തമിഴ്നാട്ടിലെ പോലീസുകാർ കൊണ്ട് നടക്കുന്നതല്ല, ഓർമ്മിക്കുക. ആ സഞ്ചിയിലാക്കിയിട്ട് ആത്മാവ് അടുത്ത ശരീരത്തെ സെലക്ട് ചെയ്യാൻ നിൽക്കുന്നു. ആ സഞ്ചിയിലുള്ള കർമ്മബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് എത്രത്തോളം പുണ്യകർമ്മമുണ്ടോ, എത്രത്തോളം പാപകർമ്മ ഫലങ്ങളുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം പുണ്യമുണ്ടോ, എത്രത്തോളം പാപമുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ലെവൽ നമ്പർ 1 ആത്മാവിന് ലെവൽ നമ്പർ 1 അതിനേക്കാൾ പുണ്യം കൂടിയാൽ
ലെവൽ നമ്പർ 2. അതിനേക്കാൾ കുറെ കൂടി പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇതൊന്നും ചെയ്തിട്ടില്ല. 3ാമത്തെ ലെവല് പുണ്യത്തിൻ്റെ അളവ് കൂടുന്നു, പാപത്തിൻ്റെ അളവ് കുറയുന്നു. അടുത്ത ലെവലിലെത്തുമ്പോൾ വീണ്ടും പുണ്യം ചെയ്തിരിക്കുന്നതിൻ്റെ അളവ് കൂടുന്നു. 6ാമത്തെ ലെവലിലെത്തുമ്പോൾ 98-99% പുണ്യകർമ്മവും 1-2% മാത്രം പാപകർമ്മവും ചെയ്തിരിക്കുന്ന ഒരാത്മാവാണ് ആയിത്തീരുന്നു എന്നങ്ങോട്ട് വിചാരിക്കാം. 6ാമത്തെ ലെവല് കഴിഞ്ഞാൽ പിന്നത്തെ എക്സ്പ്ലനേഷൻ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇൻഡിവിജ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. എന്ത് നല്ല വാക്കുകളല്ലേ ഇത്! മലയാളത്തിൻ്റെയോ സംസ്കൃതത്തിൻ്റെയോ ട്രാൻസ്ലേഷൻ അല്ല, ആ പ്രൊഫസർ കൊടുത്ത പേരാണ്. ജീവാത്മാവ് പരമാത്മാവില് അലിഞ്ഞു ചേരുന്നു. ഇൻഡിവിജ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദി കോസ്മിക് സോൾ. ആ ഒരു ലെവലിലെത്തിയാൽ പിന്നെ ഈ കുട്ടി പറയാണ്, ഈ കുട്ടി ഹിപ്നോട്ടിസത്തിൽ പറയാണ്, then I will not be coming back again and again. I will be getting permanent salvation. പരമമായ മോക്ഷം എനിക്ക് കിട്ടും. ഈ ബ്രയൻ വൈസ് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒന്നും അറിഞ്ഞൂടാ, ദൈവാനുഗ്രഹം കൊണ്ട് പഠിക്കാനോട്ട് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള മനുഷ്യൻ പറയും. അപ്പൊ 6 ലെവലിലെത്തണം നമ്മളുടെ ആത്മാവ്. ഇതിന് മലയാളത്തിലൊരു കീർത്തനുണ്ട്, നിങ്ങൾക്കറിയോ? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭോ, വഴിയിൽ നേർവഴി അരുളേണം നാദാ, തിരുവൈക്കം വാഴും ശിവശംഭോ. ഭാഗവത സത്രത്തിൽ സംസാരിച്ചാൽ എനിക്ക് കുറച്ച് രാഗം വന്നു തുടങ്ങി. പണ്ടെങ്ങാനും ഞാൻ ഈ കീർത്തനം പാടിയാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ 6ാമത്തെ പടി കയറിക്കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയാൽ എന്താ സംഭവിക്കുക? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ പറ്റി, ശിവനെ കാണാതും ശിവശംഭോ. അല്ലെങ്കിൽ ശിവനെ കാണാൻ പറ്റിയില്ല. രണ്ടായാലും ശരിയാ. ശിവനെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞാലും ശരിയാണ്, ശിവനെ കാണാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാലും ശരിയാണ്. 2 ഓപ്പോസിറ്റുകളും ശരിയാവുന്ന അവസ്ഥയാണത്. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? 6 പടി കടന്ന് ഇൻഡിവിജ്വൽ സോൾ കോസ്മിക് സോളുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിൽ നിന്ന് അന്യനായിട്ട് വേറൊരു ശിവനില്ല. എന്നിൽ നിന്ന് അന്യനായിട്ട് വേറൊരു ശിവനില്ല. അഹം ബ്രഹ്മാസ്മി ശിവം ഭൂത്വാ ശിവം ഭജേത്. ഞാൻ തന്നെയാണ് പരമമായ പവിത്രമായ ശിവചൈതന്യം എന്നെനിക്ക് മനസ്സിലായി. ഇനി മറിച്ചാണെന്ന് വിചാരിക്കാം, ഇത് ഈ 6 പടി കടന്ന് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ശിവനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. അപ്പോഴും ശരിയാണ്. എന്താ കാരണം? ഇപ്പൊ സ്വാമിജി ഇവിടെ പറഞ്ഞില്ലേ, ദൃക്ക് ദൃശ്യ, നല്ല രീതിയിൽ പറഞ്ഞല്ലോ ഇല്ലേ? ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള, നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ദൃക്ക് പോലെ, സാക്ഷിഭാവത്തിലിരിക്കുന്ന ദ്രഷ്ടാവിനെ പോലെ നിൽക്കുന്ന എൻ്റെ ആത്മാവ് നിന്റെ ആ പരമാത്മാവില് അസ്പന്ദമാകണം, അലിഞ്ഞു ചേരണം. ദൈവദശകത്തിൻ്റെ 100ാം വാർഷിക. എനിക്കിതിനകത്ത് ഇരിക്കുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, അത് പഠിക്കണം. ദൈവദശകം 10 മന്ത്രങ്ങൾ ചേർന്ന ദൈവദശകത്തിന് തുല്യം ഇന്ന് ലോകത്തിൽ വേറൊന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായവൻ്റെ പ്രാർത്ഥന, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി എൻപത്. അതും ഇപ്പുറത്ത് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ. വർത്തമാനവും ഭൂതവും ഭാവിയും നീ തന്നെയാണ്.
അത് തന്നെ മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യമേകും ആര്യനും. ഇതാരാ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ? നിർഭാഗ്യവശാൽ നമ്മളത് പഠിച്ചില്ല. അത് പഠിക്കാൻ 2 ദിവസം പോലും വേണ്ട. അത്ര ഗംഭീരമായിട്ടുള്ള ദ്വൈതവും അദ്വൈതവും എല്ലാം ചേർത്ത ആ ദൈവദശകത്തെക്കുറിച്ച് കഴിഞ്ഞ 3 ദിവസമായിട്ട് അത് തന്നെയാണ് ഇന്നലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇന്ന് രാവിലെയൊക്കെ ക്ലാസ് എടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ ജീവാത്മാവ് അത് സഞ്ചിത ബലവും കൊണ്ടുവന്ന് 6ാമത്തെ ലെവലിലെത്തി അപ്പുറത്തേക്ക് കടന്നാൽ ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേർന്നാൽ പിന്നെ തിരിച്ചു വരവില്ല. ഇനി നമുക്ക് തിരിച്ച് നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്ന് പോയി നോക്കാം. എങ്ങനെയാ ഈ ആത്മാവിനെ അങ്ങനെ ഉയർത്തി 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 കൊണ്ടുവരിക? ഈ കാതറിൻ എന്ന പെൺകുട്ടിയോട് ബ്രയൻ എൽ വൈസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ ആത്മാവ് ഇപ്പൊ എത്രാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്? എന്തായിരുന്നു മറുപടി അറിയോ? എൻ്റെ ആത്മാവ് ഇപ്പോൾ 2ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി എത്ര ലെവല് കഴിയണം? ഈ 2ാമത്തെ ലെവലായത് എന്ന് മുതൽക്കാ? സോക്രട്ടീസിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന കുട്ടിയാണതേ. 2500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് ഇങ്ങനെ പുനരവിജനനം പുനരവിമരണം, ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഓർമ്മിക്കുക, ഈ ജനന മരണ ചക്രങ്ങളിലൂടെ കടന്നു പോയിട്ട് 2ലെത്തിയിട്ടുള്ളൂ. ഇനി 2ലെത്തി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സൃഷ്ട്വാ പുരാനി വിവിധാന്യജ ആത്മശക്തിയ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുതമാപദേവ. നല്ലൊരു വരിയ, കോംപ്ലിക്കേറ്റഡ് വരിയ. ഈ പ്രപഞ്ച ചൈതന്യം, പരമാത്മ ചൈതന്യം, ബ്രഹ്മചൈതന്യം പല പല തരത്തിലുള്ള ജീവജാലങ്ങളെ അവനവന്റെ ചൈതന്യം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തു. സൃഷ്ടിച്ചു എന്ന് പറയുകയല്ല, ശരി, മാനിഫെസ്റ്റഡ്. അർത്ഥം മനസ്സിലായി? ഈശ്വരൻ തന്നെ വിവിധാനി ആത്മശക്തിയ, ആ പരമാത്മശക്തി കൊണ്ട് വിവിധങ്ങളായ ജീവജാലങ്ങളെ, വൃക്ഷങ്ങളെ, ശിരാൻ ഇടജന്തുക്കളെ, സരീൻ നീന്തുന്ന ജന്തുക്കളെ, ദംഷ്ട്ര മത്സ്യാൻ കൊത്തുന്ന ജന്തുക്കളെ, ദംഷ്ട്രമുള്ള ജന്തുക്കളെ, മത്സ്യങ്ങളെ, ഇപ്പോ ഗഗദംഷ്ട്ര മത്സ്യാൻ എല്ലാ പക്ഷികളെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് തിഷ്ടൈരതുഷ്ടഹൃദയ. ആ പരമാത്മ ചൈതന്യത്തിന് സന്തോഷം ഉണ്ടായില്ല. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളെ സൃഷ്ടിച്ചു, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളെ സൃഷ്ടിച്ചു, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഈ പരമാത്മ ചൈതന്യത്തിന് സന്തോഷം ഉണ്ടായില്ല. എന്താ കാരണം? ഈ പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജീവിയെ സൃഷ്ടിച്ചില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ബ്രഹ്മാവലോകദിഷണം പുരുഷം വിധായ, ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് അറിയാൻ ബുദ്ധി വൈഭവമുള്ള പുരുഷം വിധായ മനുഷ്യനെ സൃഷ്ടിച്ച് മുതമാപദേവ. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനെ തിരിച്ചറിയാൻ കഴിവുള്ള ജീവിയായിട്ടാ. മറ്റൊരു ജന്തുവിനും ഈശ്വരൻ എന്നുള്ളതില്ല. അൽസേഷൻ പട്ടി രാവിലെ വൈകുന്നേരം കുളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? പശു പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ മന്ത്രിമാർ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഓർമ്മിക്കുക, നല്ല മനുഷ്യരെ അവർ തിരിച്ചറിയുന്നു, എൻ്റെ അകത്തും എൻ്റെ പുറത്തും, അകവും പുറവും പ്രതിമാവാർന്ന നിൻ ചൈതന്യം നിൻമുഖം തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത. അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് അറിയാൻ കഴിവുള്ള മനുഷ്യൻ്റെ ലെവലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനറിയാം സുഖമെന്ത്, ദുഃഖമെന്ത്, വരവെന്ത്, പോക്കെന്ത്, ലാഭമെന്ത്, നഷ്ടമെന്ത്, ചിരിയെന്ത്, കരച്ചിലെന്ത്, ജനനമെന്ത്, മരണമെന്ത്, സ്തുതി എന്ത്, നിന്ദ എന്ത്. ഇത് മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. അതറിയാൻ കഴിവുള്ള മനുഷ്യൻ അവനവൻ ചെയ്തു തുടങ്ങുന്ന നന്മകളും തിന്മകളും, നന്മകൾ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പുണ്യം എന്ന അർത്ഥം എന്താണ്? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. മനസ്സിന് നന്മ വരുത്തുന്നത്, ശരീരത്തിന് നല്ല ആരോഗ്യം വരുത്തുന്നത്, കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുന്നത്, സാംസ്കാരികമായ ഉന്നമനത്തിന് കാരണമാകുന്നത്, സാമൂഹികമായ നന്മയ്ക്ക് പ്രതിബദ്ധതയുള്ളത്, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് നിദാനമായത്,
സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് ഉദ്ഘോഷിക്കുന്നത് എന്തോ അതിനെയാണ് പുണ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവം, ഈശ്വരൻ പുണ്യപാപങ്ങളിൽ ബന്ധപ്പെടുന്നില്ല. അർത്ഥം മനസ്സിലായി? അതേപോലെ ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അങ്ങയുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചാൽ ഞാൻ ചെയ്യുന്നത് പാപം. അങ്ങയുടെ ശരീരത്തെ ഞാൻ വേദനിപ്പിച്ചാൽ ഞാൻ ചെയ്യുന്നത് പാപം. നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ഛിദ്രമാക്കിയാൽ ഞാൻ ചെയ്യുന്നത് പാപം. സാംസ്കാരികമായിട്ട് അധപ്പതിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്താൽ പാപം. സമൂഹത്തിൽ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും നന്മ ചെയ്താൽ അത് പുണ്യം. അതേപോലെയുള്ളവരെ സൃഷ്ടിക്കാൻ ഞാൻ കാരണമായാൽ അത് പാപം. രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് നിദാനമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അത് പുണ്യം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഞാൻ ചെയ്യുമ്പോൾ പാപം. അതേപോലെ ഒരു പശുവായാലും ആടായാലും പോത്തായാലും എരുമയായാലും കോഴിയായാലും അതിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ ചോരയും അതിൻ്റെ ഇറച്ചിയും വേവിച്ച് ഞാൻ കഴിക്കുമ്പോൾ അതനുഭവിച്ച വേദന ഒരു ശാപമായിട്ട് എൻ്റെയും നിങ്ങളുടെയും തലയിൽ വരാതിരിക്കില്ല. അർത്ഥം മനസ്സിലായി? കള്ളു കുടിച്ചാൽ പാപമോ പുണ്യമോ? പാപം. എന്തുകൊണ്ട് പാപം? ഈ ശരീരത്തിൻ്റെ ലിവർ, ഈ ശരീരത്തിൻ്റെ ലങ്സ്, ഈ ശരീരത്തിൻ്റെ ഹാർട്ട്, ബ്ലഡ് സർക്കുലേഷനെ ഞാൻ തന്നെത്താൻ ആത്മഹത്യക്ക് വിധേയമാക്കുന്നു. അതുകൊണ്ടത് പാപം. അല്ലാണ്ട് സ്വർഗനരകങ്ങളിലേക്കുള്ളതല്ല. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ സമൂഹത്തെ, എൻ്റെ സംസ്കാരത്തെ, എൻ്റെ രാഷ്ട്രത്തെ, ഞാനുമായി പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധമുള്ള സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് കാരണമായാൽ പുണ്യവും തിന്മയ്ക്ക് കാരണമായാൽ പാപവും. ഇനി തിരിച്ച് ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ വരാം. 6 ലെവൽ ഉണ്ടെന്ന് പറയുന്നത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇനി 6 ലെവലിനെ ഞാനൊന്ന് മാത്തമാറ്റിക്സിൽ പറയട്ടെ. കണക്ക് ഉപയോഗിച്ച് ഭാഗവത സത്രത്തിൽ ഇയാൾ എന്തോന്ന് മാത്തമാറ്റിക്സാ പറയാൻ പോണേന്ന് ധരിച്ചേക്കല്ലേ. ഓർമ്മിക്കാം. പുണ്യവും പാപവും. അർത്ഥം മനസ്സിലായി? സത്കർമ്മ ബലവും ദുഷ്കർമ്മ ബലവും. അതാണ് പുണ്യവും പാപവും. ഒരു 10% പുണ്യം ഞാൻ ചെയ്തു, 90% പാപമാണ് ഞാൻ ചെയ്തതെന്ന് വിചാരിക്കാം. പുണ്യവും പാപവും ഡെഫിനിഷൻ മനസ്സിലായല്ലോ ഇല്ലേ? അപ്പോൾ 10% പുണ്യവും 90% പാപവുമാണ് ഞാൻ ചെയ്തതെങ്കിൽ എൻ്റെ ലെവല് 1ാമത്തെ ലെവല്. 22 ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ മലയാളത്തിൽ നമ്മളെ 1ാം ക്ലാസ്സിൽ ആദ്യം പഠിപ്പിക്കുന്ന വാക്കേതാണ്? നമ്മുടെ അവസ്ഥ അല്ലേ? മലയാളത്തിൽ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ വാക്ക് തറ. അത് നമ്മുടെ അവസ്ഥ. അത് മറന്നു പോകാതിരിക്കാൻ 2ാമത് പഠിപ്പിക്കുന്ന വാക്ക് ഏതാണ്? അറ. തറയാണെന്ന് പറ. അപ്പോൾ മറന്നു പോവില്ല. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ ചെയ്യുന്ന കുറച്ച് നന്മകളും കുറേ അധികം തിന്മകളും ഉണ്ടെങ്കിൽ നമ്മളുടെ ലെവല് 1ാമത്തെ ലെവല്. ആ 1ാമത്തെ ലെവലിലിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ചെയ്തിരിക്കുന്നത് മുഴുവനും തിന്മകളാ. അപ്പൊ അയാൾ തിന്മകളുടെ ബലം മുഴുവനും അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരം കിട്ടുന്നത് വരെ ആ ആത്മാവ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. മനസ്സിലാവുന്നു? ഒന്നുകൂടി പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വരാം. അത് മനസ്സിലാവും നിങ്ങൾക്ക്? ഒരാളെ ഓപ്പറേറ്റ് ചെയ്യാം. ശരിക്കും സംഭവിച്ചതാ. ഡിസ്കവറി ചാനലിൽ ഉണ്ടായിരുന്നതാ. ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ ആൾമോസ്റ്റ് ഡെഡ്, ആൾമോസ്റ്റ് മരിച്ചു. പക്ഷേ ഇവർ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് തുന്നിക്കെട്ടി കുറേ അധികം അവർ എല്ലാവിധത്തിലുള്ള ചികിത്സയും കൊടുത്ത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ നോർമലായി. ഈ നോർമലായിട്ട് കോൺഷ്യസ് വന്ന ഉടനെ ഇയാൾ പറഞ്ഞത് എന്താ അറിയോ? ഡോക്ടറെ, ഞാൻ എത്ര പ്രാവശ്യമായി ഡോക്ടറോട് പറയുന്നു, ഡോക്ടറുടെ പോക്കറ്റിൽ നിന്ന് താഴെ വീണ പേന ഈ സർജറി ടേബിളിൻ്റെ ചുവട്ടിലുണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നു, അത് ഡോക്ടർ കേട്ടില്ലേ? ഈ ഡോക്ടർക്ക് ഷോക്കായി. ഈ ഡോക്ടർ ശാന്തമായിട്ട് ചോദിച്ചു, താൻ അതിനെവിടെയാണ് ഉണ്ടായിരുന്നത്? ഞാൻ ഈ ജനലിൽ താങ്ങി നിൽക്കായിരുന്നു. ഈ ജനലിൽ അയാൾ പറയാ സീരിയസ്ലി ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ കാത്തു നിൽക്കായിരുന്നു. എനിക്ക് ഈ ശരീരം തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ കാത്തിക്കായിരുന്നു. ഈ ശരീരം തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇത് ഇന്ത്യയിലെ ഫെയറി കഥയല്ല, അമേരിക്കയിലെയും രക്തരക്ഷസിൻ്റെ കഥയല്ല. പ്യുവർ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ വിവരിച്ച വിവരണം.
അതെന്തു ആവട്ടെ. അപ്പോൾ ഈ ആത്മാവ് ഒരു ഒന്നാമത്തെ ലെവലിലുള്ള ഒരു മനുഷ്യൻ്റെ ആത്മാവ് അടുത്ത ശരീരം കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മളുടെ രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞ വരിയുണ്ട്. 14 വർഷം കാട്ടിലേക്ക് പോകുന്ന പോക്കില് വാൽമീകി മഹർഷി ശ്രീരാമനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വാൽമീകി മഹർഷി തൻ്റെ പൂർവാശ്രമത്തിലെ ഭാര്യ പറഞ്ഞ വരി ശ്രീരാമനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യാത്ത കർമ്മങ്ങള്, താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങള്, താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങള് താൻ താൻ അനുഭവിച്ചിടുകെന്നവർ. ഞാൻ കുറെ കൂട്ടിച്ചേർത്തു കേട്ടോ, നിങ്ങൾ പറഞ്ഞത് മാത്രമല്ല. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ബലം അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെ ആത്മാവ് സെലക്ട് ചെയ്യാണ്. ശരീരമല്ല ആത്മാവിനെ സെലക്ട് ചെയ്യുന്നത്. ശരീരമല്ല ആത്മാവിനെ സെലക്ട് ചെയ്യുന്നത്, ആത്മാവാണ് ശരീരത്തെ സെലക്ട് ചെയ്യുന്നത്. പെട്ടെന്നൊരു വരി പറയാം, വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ 4-5 പേരുടെ കണ്ണ് കുത്തി പൊട്ടിച്ചു എന്ന് വിചാരിക്കാം. കഴിഞ്ഞ ജന്മത്തിൽ 4-5 പേരുടെ കണ്ണ് കുത്തി പൊട്ടിച്ച പാപവും കൊണ്ടാണ് എൻ്റെ ആത്മാവ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഏത് തരത്തിലുള്ള ശരീരത്തെ ആയിരിക്കും ആത്മാവ് സെലക്ട് ചെയ്യുക? ഉത്തരം ഞാൻ പറയുകയില്ല, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, വേണമെങ്കിൽ പറയണ്ട. അപ്പോൾ ഈ 4-5 പേരുടെ കണ്ണ് കുത്തി പൊട്ടിച്ചത് ഞാനല്ല, മറിച്ച് 4-5 പേരുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ ഞാൻ സഹായിച്ചു. ഞാൻ ചെയ്തില്ല. മനസ്സിലായി പറഞ്ഞത്? ഐ ഹെൽപ്ഡ് ടു ദാറ്റ് നെഗറ്റീവ് ആക്ടിവിറ്റി, ബട്ട് ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ് ഡയറക്ട്ലി ബൈ മൈസെൽഫ്. അപ്പോൾ 4-5 വ്യക്തികളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കണ്ണിൻ്റെ നോർമൽ ഗ്രോത്ത് ഇല്ലാത്ത ഒരു ശരീരം, നല്ല രീതിയിൽ കണ്ണിൽ കാഴ്ചയില്ലാത്തൊരു ശരീരം ഏതോ ഒരു അമ്മയുടെ ഗർഭത്തിൽ വികസിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ആത്മാവ് ആ ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു. ആ അമ്മ ചെയ്ത തെറ്റെന്താണെന്നറിയോ? കഴിഞ്ഞ ജന്മത്തില് കാഴ്ചയില്ലാതെയാക്കാൻ ആ വ്യക്തിയെ സഹായിച്ചു. അതാണ് അമ്മ അനുഭവിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ അമ്മ കുറ്റക്കാരിയാണോ? ആണ്. തെറ്റ് ചെയ്ത ആളും തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച ആളും തെറ്റ് ചെയ്തതിനെ തടയാത്ത ആളും തെറ്റ് ചെയ്യുന്നത് കണ്ട് മിണ്ടാതിരുന്ന ആളും എല്ലാം ഇപ്പുറത്ത് വരുമ്പോൾ ആ ദുഃഖത്തിൻ്റെ ഭാരം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഒന്നാമത്തെ ലെവലിൽ 10% പുണ്യവും 90% പാപവും. രണ്ടാമത്തെ ലെവലെത്തുമ്പോൾ ഉദ്ദേശം 25% പുണ്യവും 75% പാപവും. മൂന്നാമത്തെ ലെവലെത്തുമ്പോൾ 40% പുണ്യവും 60% പാപവും. ഇയാളെങ്ങനെയാ നേരിട്ട് കൃത്യം 10%, 25%, 40% എന്ന് പറയുന്നത്? ഇയാൾ നരകത്തിൽ പോയി വന്നിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാ? ഏകദേശം. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുത്ത് പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം പറയുന്നത്. അപ്പം 10% പുണ്യം 1, 25% പുണ്യം 2, 40% പുണ്യം 3, ഒരു 60% പുണ്യവും 40% പാപവും. നാലാമത്തെ ലെവല് ഒരു 80-85% പുണ്യവും 15% പാപവും. അഞ്ചാമത്തെ ലെവല് 95, 96, 97, 98% പുണ്യവും. അങ്ങനെ ആരും ഇതിനകത്തില്ല കേട്ടോ, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അപ്പോൾ അത്രയും പുണ്യവും കുറച്ച് മാത്രം പാപവും ചെയ്ത ആള് 6ാമത്തെ ലെവല്. ഇത്രയും മനസ്സിലായി? ഇനി ഒരു ചോദ്യമുണ്ട്. ഈ 6ാമത്തെ ലെവലിലെത്തിയവരുണ്ട്. തികച്ചും വ്യത്യസ്തമായിട്ടൊരു പോയിന്റ് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം. കൈവല്യ പദവിയിലെത്തിയൊരു വ്യക്തി, ന മന്ത്രം, ന തന്ത്രം, ന ധ്യാനം, ന ശൗചം, ന യജ്ഞോപവീതം, ന ദണ്ഡം, ന ശിഖ, ന കമണ്ഡലു, ഒന്നും വേണ്ടാത്ത കൈവല്യ പദവിയിലെത്തിയ വ്യക്തി, രമണ മഹർഷി ക്യാൻസർ പിടിച്ചു മരിച്ചു. അതേപോലെ തന്നെ രാമകൃഷ്ണ പരമഹംസർ, ഈശ്വരനെ സാക്ഷാത്കരിച്ച വ്യക്തി, എങ്ങനെയാ മരിച്ചത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ശങ്കരാചാര്യർക്ക് ഭഗന്തരം വന്ന് ശങ്കരാചാര്യർ മരിച്ചു, സമാധിയായി. ഞാൻ മരിച്ചു എന്ന വാക്ക് ഉപയോഗിച്ചത് സമാധിയായി. അതുപോലെ തന്നെ
വിവേകാനന്ദൻ എന്താ പറ്റിയത്? ലാസ്റ്റില് ഡയബറ്റിക്സിന്റെ ക്ലൈമാക്സിൽ വന്നിട്ട് നാരായണ ഗുരുദേവൻ എന്താ സംഭവിച്ചത്? മൂത്ര തടസ്സം, വേദന കൊണ്ട് അയ്യോ എന്ന് വിളിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ മരിച്ചത്. 27 ക്ഷേത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് സ്ഥാപിച്ച ഗുരുദേവൻ, 61 കൃതികൾ എഴുതിയ ഗുരുദേവൻ, എല്ലാ ദൈവത്തിൻ്റെയും ഉജ്ജ്വലമായ സ്തുതി എഴുതിയ ഗുരുദേവൻ, ദർശനമാല എന്ന അത്യപൂർവമായ ഗ്രന്ഥം എഴുതിയ നാരായണ ഗുരുദേവൻ, ആത്മോപദേശ ശതകം എഴുതിയ ഗുരുദേവൻ, ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുന്ന വിധത്തിൽ ഡൗൺ ടു എർത്തായിട്ട് ജീവിച്ചൊരു മഹാഋഷി വര്യൻ എന്തുകൊണ്ട് മൂത്ര തടസ്സം വന്ന് മരിച്ചു? ഇത്രയും വേദനിച്ചു. എന്തുത്തരം പറയും? നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്ന എനിക്കറിയാം, പക്ഷേ ചിന്തിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ഉത്തരം പറയാം, കാരണം ഈ ക്ലോക്ക് എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, 98% പുണ്യവും 2% പാപവും അറിഞ്ഞോ അറിയാതെയോ വേണമെന്ന് വെച്ചോ വേണ്ടെന്ന് വെച്ചോ നേരത്തെയോ ആദികാലത്തിലോ കഴിഞ്ഞ ജന്മത്തെയോ നിലനിൽക്കുന്നത് മാത്രം ബാക്കിയുള്ള വേളയിൽ ഈ പരമാത്മ ചൈതന്യം ജീവാത്മ ചൈതന്യത്തോട് ചോദിക്കുമത്രേ, ഇനിയൊരു ജന്മം വേണമോ? അല്ലെങ്കിൽ ഈ ഋഷിവര്യൻ തന്നെത്താനെ പറയും, ഇനിയൊരു ജന്മം എനിക്ക് വേണ്ട, മതി. അവിടെയുമുണ്ട് പ്രശ്നം. എന്താണ്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. അപ്പൊ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അർത്ഥം മനസ്സിലായി? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അവസാനത്തെ 2% ആ ജന്മത്തിൽ അങ്ങോട്ട് അനുഭവിപ്പിച്ച് തീർത്ത് അപ്പുറത്തേക്ക് വിടുന്നു. അർത്ഥം മനസ്സിലായോ? ബുദ്ധിമുട്ടില്ല, ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് മനസ്സിലായില്ല. അപ്പോൾ രമണ മഹർഷിയുടെ തോളിൽ ക്യാൻസർ വന്നപ്പോൾ അതിൽ നിന്ന് പുഴുവെടുത്ത് പുറത്ത് ചാടിയപ്പോൾ മുല്ലപ്പൂവിൻ്റെ കൂട്ടത്തിലുള്ള മുല്ല ഇല എടുത്ത് ഈ പുഴുവിനെ തിരിച്ച് അവിടേക്ക് തന്നെ രമണ മഹർഷി വെച്ചപ്പോൾ ആ വേദന സഹിച്ചത് എന്തുകൊണ്ടായിരിക്കാനാണ് സാധ്യത? അവശേഷിക്കുന്ന ഒരൽപ്പം പാപം അങ്ങോട്ട് അനുഭവിച്ച് തീർപ്പിച്ചിട്ട്, അയാളെ വാക്കുകൾ തെറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അനുഭവിപ്പിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ച് തീർത്ത് 100% പുണ്യവും 0% പാപവുമായി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ജീവാത്മ ചൈതന്യം പരമാത്മ ചൈതന്യത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അറ്റ്ലീസ്റ്റ് കേരളത്തിലേക്കെങ്കിലും വരവില്ല. അർത്ഥം മനസ്സിലായി? അതിനെയാണ് പരമമായ മോക്ഷം എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു വഴിയിലേക്ക് പോയി തിരിച്ച് വീണ്ടും വരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് ഡെഫിനിറ്റ്ലി ഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തിന് ഭാഗവതം കേൾക്കണം? ഭാഗവതം കേട്ട് അതിൽ പ്രാചീന ബർഹിസിൻ്റെയോ അല്ലെങ്കിൽ മഹാബലിയുടെയോ അതല്ലെങ്കിൽ പ്രഹ്ലാദൻ്റെയോ അല്ലെങ്കിൽ സുരുചിയുടെയോ സുനിധിയുടെയോ ധ്രുവൻ്റെയോ കഥകളിലൂടെ കേട്ട് ആ കഥകളിൽ നിന്ന് സന്ദേശമെടുത്ത് ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡാക്കി, ബാഡ് ആക്ഷനെ ഗുഡ് ആക്ഷനാക്കി, ബാഡ് റിസൾട്ടിനെ ഗുഡ് റിസൾട്ടാക്കി, ബാഡ് റിവാർഡിനെ ഗുഡ് റിവാർഡ് ആക്കാൻ പാകത്തിന് മനസ്സിൽ മാറ്റം വരുത്താതെ ഈ ഊണ് കഴിക്കാൻ അന്നദാനത്തിന് വേണ്ടി മാത്രം ഭാഗവത സപ്തത്തിൽ വന്നാൽ പുണ്യം കിട്ടുമോ? കിട്ടില്ല. ഇത് വളരെ സിമ്പിളാണ്. കാരണം ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അതിലെ അംബരീഷന്റെ കഥ, അതിലെ അജാമിളന്റെ കഥ, അതിലെ ജഡഭരതന്റെ കഥ, അതിലെ ഗജേന്ദ്രന്റെ കഥ, ആ കഥയിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. അപ്പൊ ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ്, ഗുഡ് മൈൻഡിനെ ബെറ്റർ മൈൻഡ്, ബെറ്റർ മൈൻഡിനെ നിയറർ ടു ദി ബെസ്റ്റ് മൈൻഡ് ആക്കി മാറ്റി
ബാഡ് തോട്ട്സിനെ ഗുഡ് തോട്ട്സ്, ഗുഡ് തോട്ട്സിൽ നിന്ന് ഗുഡ് ആക്ഷൻ, ഗുഡ് ആക്ഷനിൽ നിന്ന് ഗുഡ് റിസൾട്ട്, ഗുഡ് റിസൾട്ടിൽ നിന്ന് ഗുഡ് റിവാർഡ്. അപ്പോൾ ഒരു ഗണപതി ഹോമം മെക്കാനിക്കലി നടത്തി എന്ന് വിചാരിക്കുക. മനസ്സിൽ യാതൊരു മാറ്റവും വരാതെ 1001 ഗണപതി ഹോമം നടത്തിയാൽ വല്ല പ്രയോജനമുണ്ടോ? കാരണം മനസ്സ് മാറിയിട്ടില്ല. വെറുതെ 1000 നാളികേരം കത്തിച്ചു കളഞ്ഞു. അർത്ഥം മനസ്സിലായി? ശബരിമലയിലേക്ക് പോയ എൻ്റെ അനിയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നീ എത്ര വർഷമായി ശബരിമലയിൽ പോന്നു? 28 വർഷമായി. എന്ത് മാറ്റം നിന്നിലുണ്ടായിട്ടുണ്ട്? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ 28 വർഷം എന്തിനാ പോയത്? അതിനൊരു ഉത്തരമുണ്ട്. അനിയൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു ബാങ്കിൽ നിന്ന് 1000 രൂപ ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. 1000 രൂപ ലോൺ എടുത്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് സഹിതം 1100 രൂപ അടയ്ക്കണം. നിങ്ങളുടെ കയ്യിൽ 800 രൂപയേ ഉള്ളൂ. 800 രൂപയേ ഉള്ളൂ. 800 രൂപ അടച്ചു, ബാക്കി 300 അടയ്ക്കാനില്ല. എന്താ ആൾട്ടർനേറ്റീവ് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ബാങ്ക് മാനേജറുടെ അടുത്ത് എന്ന് പറഞ്ഞു, 1100 രൂപ ഇൻട്രസ്റ്റ് അടക്കം ഞാൻ ബാങ്കിൽ അടയ്ക്കണം. എൻ്റെ കയ്യിൽ 800 രൂപയേ ഉള്ളൂ, അതടച്ചു. ബാക്കി 300 രൂപയ്ക്ക് തുല്യമായ ജോലി ഞാൻ ഈ ബാങ്കിൽ ചെയ്ത് തന്നു കഴിഞ്ഞാൽ എന്നെ കടത്തിൽ നിന്ന് മോചിപ്പിക്കാമോ? ഇപ്പൊ ബാങ്ക് മാനേജർ പറഞ്ഞു എന്ന് വിചാരിക്കുക, തിങ്കളാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ ഈ ബാങ്കിന്റെ ചുറ്റുപാടും അകത്തും അടിച്ച് തെളിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയാൽ ഞാനത് എഴുതിത്തള്ളാം. അർത്ഥം മനസ്സിലായോ? അപ്പൊ കാശ് കൊടുത്തില്ല, പകരം എന്ത് ചെയ്തു? വർക്കായിട്ട് തിരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ചെയ്ത തിന്മകള്, ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങള് എന്നെ അനുഭവിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈശ്വരനല്ല കർമ്മബലത്തിന്റെ ഇവാലുവേറ്റർ. ഈശ്വരൻ IG അല്ല, ഈശ്വരൻ ജഡ്ജി അല്ല, ഈശ്വരൻ പോലീസ് ഇൻസ്പെക്ടർ അല്ല. ഞാൻ ചെയ്യുന്ന തിന്മയുടെ കർമ്മബലം എന്നെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് പ്രകൃതിയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കാലാകാലങ്ങളിൽ നടക്കേണ്ടത് അത് നടത്തിക്കൊണ്ടേയിരിക്കും. മയാ അധ്യക്ഷേണ പ്രകൃതി, പ്രകൃതിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് വരി പറയാം, മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ കോളേജിലും സ്കൂളിലും പഠിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വരിയാണ്. Whenever the system in equilibrium is disturbed, whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. ഈ പ്രകൃതിയിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും അതിലെ നന്മ തിന്മകൾ സംഭവിച്ച് പ്രകൃതിയുടെ ബാലൻസ് തെറ്റുമ്പോൾ പ്രകൃതി തന്നെ അതിനെ ബാലൻസ്ഡ് ആക്കി തിരിച്ചു കൊണ്ടുവരും. അതാണ് ഹിരണ്യകശിപുവിന്റെ കഥ, അതാണ് സദ്ദാം ഹുസൈന്റെ കഥ, അതാണ് ഒസാമ ബിൻ ലാദന്റെ ചരിത്രം, അതാണ് ഗദ്ദാഫിയുടെ ചരിത്രം, അതാണ് വീരപ്പന്റെ ചരിത്രം. അവർ ചെയ്ത തിന്മകളെ മാറ്റാൻ അവരെ തന്നെ കോളം തോണ്ടി ഇല്ലാതെയാക്കുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതിക്കറിയാം നിലയ്ക്ക് ആരെയെല്ലാം നിലനിർത്തണം, അല്ലെങ്കിൽ ആരെയെല്ലാം മാറ്റണമെന്ന് പ്രകൃതിക്കറിയാം. ആ പ്രകൃതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ തിന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ആ തിന്മകളുടെ ഫലം ഞാൻ അനുഭവിക്കണ്ടേ? അനുഭവിക്കാൻ പ്രകൃതി എനിക്ക് ശിക്ഷ തരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് നേരെ കൈലാസത്തിലേക്ക് പോയി വിചാരിക്കാം. 22,750 അടി ഒറ്റയ്ക്ക് കയറിയിട്ടാണ് ഞാൻ കൈലാസം പ്രദക്ഷിണം ചെയ്ത് വന്നേ. 52 കിലോമീറ്റർ, ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക്. കാഠ്മണ്ഡു വിട്ടാൽ ടോയ്ലറ്റേ ഇല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട്. വെള്ളം കുടിക്കാൻ പറ്റില്ല, ഐസാണ്. അത്രയും വൃത്തികേട്. എങ്ങാനും പുറകോട്ട് നോക്കിയാൽ പുലി മാതിരിയുള്ള പട്ടികൾ, ഒരു മനുഷ്യനും ഇല്ല. 22,700 അടി മുകളിലേക്ക് കയറിയപ്പോൾ സന്തോഷം തോന്നി, ഈശ്വരാ കയറ്റം കഴിഞ്ഞല്ലോ. അടുത്തതാണ് അതിനേക്കാൾ പ്രോബ്ലം. കുത്തനെ ഇറക്കണം, ഒരു മനുഷ്യനും ഇല്ല, ഒരാളും ഇല്ല,
വൈകുന്നേരം 6, 7, 8 സൂര്യാസ്തമയം രാത്രി 10:30. അപ്പം ആ ഇറക്കത്തിൽ ചില കരിങ്കല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കരിങ്കല്ലിൽ ചവിട്ടി പിടിച്ചാണ് താഴത്തേക്ക് ഇറങ്ങേണ്ടത്. അതിലേതെങ്കിലും കല്ലിൽ, മണ്ണിനോട് ഗ്രിപ്പുള്ള കല്ലിൽ കാല് വയ്ക്കുമ്പോൾ ആ കരിങ്കല്ലെങ്ങാനും സ്ലിപ്പ് ചെയ്ത് പോയാൽ 20-25 മീറ്റർ ഒരു വീഴ്ചയിൽ പുറഭാഗത്തിന് കിട്ടുന്ന സുഖം വിവരിക്കാൻ പറ്റില്ല. അത്രയും വലിയ ഇടിയാണ് പച്ച മലയാളത്തിൽ ചന്തിയിലേക്ക് കിട്ടുന്ന വേദന. അതൊരു 20-22 പ്രാവശ്യം വീണ് കഴിയുമ്പോൾ ഈശ്വര, ഈ ജന്മത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ വാരണാസി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഗോപാലകൃഷ്ണൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി തീർത്തങ്ങോട്ട് 3 ദിവസം അനുഭവിച്ചിട്ടാണ് തിരിച്ച് ഞാനായാലും നിങ്ങളായാലും ഇറങ്ങുന്നത്. അപ്പം അവിടെ പാപം തീർന്നത് എങ്ങനെയാ? കൈലാസത്തിലേക്ക് പോയപ്പോൾ പാപം തീർന്നത് എങ്ങനെയാണ്? ചെയ്തു കൂട്ടിയ തിന്മകളുടെ ഫലങ്ങൾ പ്രകൃതി നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് വരെ കാത്തിരിക്കാതെ അതിൻ്റെ വേദന സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി 3350 അടി ശബരിമല കയറ്റം തന്നെത്താനെ കയറിയെന്ന് വിചാരിക്കുക. എന്നിട്ട് 6 മണിക്കൂർ കാത്തിരുന്നെന്ന് വിചാരിക്കുക. മഴ പെയ്താൽ നിൽക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാൽക്കുമെത്ത്, ബാക്കിയുള്ളത് അരവണയിൽ, അങ്ങനെയെല്ലാം പറഞ്ഞ് ഈ മുകളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തി തൊട്ടടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്ന് തക്കാളി വാങ്ങിക്കാൻ പോലും പോകാത്ത ആള് ഈ തലയിൽ കെട്ടും കെട്ടി ചെരുപ്പിടാതെ നേരെ ശബരിമലയിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ലെവലിലുള്ള ആള് 90% പാപവും 10% പുണ്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 90% പാപത്തിൻ്റെ നരകയാതന അനുഭവിക്കാൻ സ്വയം ഏറ്റെടുത്ത വഴി അതാണ് കൈലാസത്തിലേക്കോ അമർനാഥിലേക്കോ വൈഷ്ണവദേവിയിലേക്കോ. നിങ്ങൾ അമർനാഥിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട്, കേദാർനാഥിലേക്ക് നടന്നു പോയി, ബദ്രീനാഥിലേക്ക് നടന്നു പോയി. അവിടെ ഒന്നും വലിയ വിഗ്രഹങ്ങളോ ഒന്നുമില്ല. എന്താ കൈലാസം? ഒരു നമ്മുടെ ശിവലിംഗത്തിൻ്റെ മേജർ ഫോം, സാറ്റലൈറ്റ് പിക്ചർ നോക്കിയാൽ അറിയാം ശിവലിംഗം എങ്ങനെയാണ് ഉണ്ടായത്. കൈലാസത്തിൻ്റെ സാറ്റലൈറ്റ് പിക്ചറാണ് ശിവലിംഗം. ശിവലിംഗം മിനിയേച്ചർ ഫോം ഓഫ് ദി, ചെറിയ ഫോം ഓഫ് ദി കൈലാസം. ആ കൈലാസത്തിൽ ശിവൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടം വരെ തീർത്ഥാടനത്തിന് പോയിട്ട് അനുഭവിക്കുന്ന ആ വേദനകൾ, ഞാൻ അനുഭവിച്ച് തീർക്കേണ്ട തിന്മകളുടെ ഫലങ്ങളും പ്രതിഫലങ്ങളും മുഴുവനും അനുഭവിച്ച് തീർക്കാൻ എനിക്ക് അവസരം തരുന്നു. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു എന്ന് വിചാരിക്കാം. സൂര്യോദയത്തിന് മുമ്പ് മൂക്കറ്റം ഇറച്ചിയും സൂര്യാസ്തമയത്തിന് ശേഷം മൂക്കറ്റം ഇറച്ചിയും തിന്നുന്നതല്ല വ്രതം. മറിച്ച് ഇന്ന് രാത്രി ചെറിയ ഭക്ഷണം കഴിച്ച് നാളെ രാവിലെ ഒന്നുമില്ല, നാളെ ഉച്ചയ്ക്കൊന്നുമില്ല, നാളെ വൈകുന്നേരം ഒന്നുമില്ല, നാളെ രാത്രി ഒന്നുമില്ല, പിറ്റേ ദിവസം രാവിലെ 36 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും കുറച്ച് കഴിക്കുന്നതാണ് വ്രതം. അപ്പോൾ വിശപ്പിൻ്റെ വേദന അറിഞ്ഞ് അനുഭവിച്ച് തീർക്കേണ്ട കുറേ അധികം ദുഷ്കർമ്മ ഫലങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടത് ഇറേസ് ഓഫ് ചെയ്യുന്നു. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നിന്ന് ഇറേസ് ഓഫ് ചെയ്യുന്നത് പോലെ ഇറേസ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടത് ഇപ്രകാരം അനുഭവിച്ച് തീർക്കാം. ഈ ജന്മത്തിൽ നന്മകൾ ചെയ്യുക, ഈ ജന്മത്തിൽ നല്ല കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ കേൾക്കുക, മനസ്സിനെ നന്മ നിറഞ്ഞതാക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിക്കുക, വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും വേണ്ടി പ്രവർത്തിക്കുക. സനാതനധർമ്മം, എൻ്റെ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണെന്നറിയുക. ഒരു സ്ത്രീ മിനിങ്ങാന്ന് TV-യിൽ പറയുന്നത് കേട്ടു, എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഒരാളെ ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? അർത്ഥം മനസ്സിലായോ? അതിന് ഞാൻ 2-3 സ്ഥലത്ത് ഉത്തരം കൊടുത്തു. നിങ്ങൾ ഇഷ്ടമുള്ളവനെയോ ഇല്ലാത്തവനെയോ ചുംബിക്കുകയോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയോ എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് ഒളിഞ്ഞു നിന്ന് കാണാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ സത്യം? അത് ഒരാളും കാണാത്ത സ്ഥലത്ത് വീട്ടിലാ ചെയ്യുന്നതെങ്കിൽ അത് കാണാൻ വരാനുള്ള സ്വാതന്ത്ര്യം
ഞങ്ങൾക്കില്ല. സ്വന്തം അമ്മയെയും സഹോദരിയെയും ഭാര്യയെയും മകളെയുമാണ് നാട്ടിൽ കൂടെ പോകുന്നവർ ചുംബിച്ചതെങ്കിൽ എങ്ങനെയിരിക്കും എന്നുകൂടി അറിയണം. അപ്പം ഞാൻ എന്തിനാ ഇത് ഇടയ്ക്ക് കയറി പറഞ്ഞറിയാമോ? ഇടയ്ക്ക് കയറി ഞാനിത് പറയാൻ കാരണം, ഈ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, കൾച്ചർ, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾ, ആ 6 എണ്ണത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്, സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള മഹായജ്ഞത്തിൽ ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചെന്ന് വിചാരിക്കുക. നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, സ്വധർമ്മമവിചാപേക്ഷ നവികമ്പിതുമർഹതി ധർമാദ്യുദ്ധ ശ്രേയോന്യ ക്ഷത്രിയസ്യ നവിദ്യതേ. ഒരു രാഷ്ട്രത്തില് തിന്മ നടക്കുമ്പോൾ, അധർമ്മം നടക്കുമ്പോൾ, അനീതിയും അന്യായവും അസത്യവും നടക്കുമ്പോൾ കൈകെട്ടി മാറി നിൽക്കുന്നത് പാപം. അതുകൊണ്ടാണ് മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എന്ത് രസാ ശ്രീകൃഷ്ണന്റെ വരികളില്ലേ. അതുകൊണ്ടാണ് എൻ്റെ അമ്മ അച്ഛൻ എനിക്ക് ഗോപാലകൃഷ്ണൻ എന്ന് പേരിട്ടത്. ഓർമ്മിക്കാം, നീ ഇപ്പൊ വേറെ ഒന്നും ചിന്തിക്കേണ്ട അർജുന, ഞാൻ പറയുന്നത് മാത്രം നീ കേൾക്കുക. നീ ഒരു ക്ഷത്രിയനായിട്ട് ഹസ്തിനപുരം എന്ന രാഷ്ട്രത്തില് അധർമ്മവും അനീതിയും അന്യായവും ചെയ്യുന്നവരെ ഒതുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് നീ ആ കർമ്മം ചെയ്യുമ്പോൾ നിനക്ക് ഒരു പാപവും ഏൽക്കില്ല അർജുന. പാപവും ഏൽക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിക്കണം. അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ശ്രീകൃഷ്ണനെ കുറിച്ച് വിവരിക്കാം, അത് മതിയെങ്കിൽ. അല്ലെങ്കിൽ ഈ ഭൂമാനന്ദ സ്വാമി ശ്രീകൃഷ്ണനെ കുറിച്ച് ഞാൻ വിവരിക്കണം, ഞാനെന്തിനാ ഇനി അത് വിവരിക്കണല്ലേ. അപ്പോൾ ഓർമ്മിക്കാം, നമുക്ക് ശ്രീകൃഷ്ണന്റെ ജീവിതാനുഭവം, ശ്രീരാമന്റെ ജീവിതാനുഭവം, രാവണന്റെ ജീവിതാനുഭവം, കുംഭകർണന്റെ, വിഭീഷണന്റെ, ഭരതന്റെ, ലക്ഷ്മണന്റെ, ദശരഥന്റെ, കൈകേയിയുടെ, മന്ദരയുടെ, ഇപ്പുറത്തേക്ക് കടന്നാൽ കുന്തിയുടെ, ഗാന്ധാരിയുടെ, ധൃതരാഷ്ട്രരുടെ, അതുപോലെ ധർമ്മപുത്രരുടെ, അർജുനന്റെ, ദുര്യോധനന്റെ, ശകുനിയുടെ, വിതുരന്റെ, അതുപോലെ തന്നെ ദ്രോണാചാര്യരുടെ, ഭീഷ്മാചാര്യരുടെ ജീവിതം നിങ്ങൾക്ക് നന്മ തിന്മകൾ എടുക്കാനുള്ള ചാർട്ട്. ആ ചാർട്ടിൽ നിന്ന് നന്മകൾ എടുക്കുക. ജീവിതാനുഭവത്തിൽ നിന്ന് ഈ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും കഥകളാണ്. ആ കഥകളിൽ നിന്ന് നന്മയും തിന്മയും നിറഞ്ഞ സന്ദേശങ്ങൾ എടുക്കുക. എന്നിട്ട് മനസ്സിനെ നിരന്തരം പ്രവർത്തിക്കുക. അടുത്ത വരി ശ്രദ്ധിക്കുക. മനസ്സിനെ ഇച്ഛാശക്തി കൊണ്ട് നിറയ്ക്കുക. മനസ്സിനെ ഇച്ഛാശക്തി കൊണ്ട് നിറയ്ക്കുക. തലച്ചോറിനെ ജ്ഞാനശക്തി കൊണ്ട് നിറയ്ക്കുക. ശരീരത്തെ ക്രിയാശക്തി കൊണ്ട് ഒരു മിനിറ്റ് പോലും നിങ്ങൾ വിശ്രമിക്കരുത്. പ്രത്യേകിച്ച് ഈ കാവ്യ ഉടുത്ത സ്വാമിമാരോട് ഞാൻ പറയുന്നു. അവിടെ കുറേ സ്വാമിമാർ വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഓർമ്മിക്കുക, നിങ്ങൾ ജീവിതം ധർമ്മത്തിന് വേണ്ടിയാ മാറ്റിവെച്ചതെങ്കിൽ, ആ കാവ്യവസ്ത്രത്തിനൊരു മഹത്വമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, മരിക്കുന്നത് വരെ പ്രവർത്തിക്കുക. മരിക്കുന്നത് വരെ ഈ ധർമ്മത്തിനും ഈ രാഷ്ട്രത്തിനും ഈ ചൈതന്യത്തിനും വേണ്ടി പ്രവർത്തിക്കുക. ഉറപ്പ് നിങ്ങൾക്ക് പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, നഹി കശ്ചിക്ഷണമപി ജാതുത്തിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവഹ പ്രകൃതി ജൈർഗുണൈഹി. ഈ ലോകത്തിലുള്ള ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പട്ടി ബെഡ് റെസ്റ്റ് എടുക്കുന്നത്? ഏതെങ്കിലും പൂച്ച, ഏതെങ്കിലും പശു, ഏതെങ്കിലും ആന, ഏതെങ്കിലും ഉറുമ്പ്, ഏതെങ്കിലും പക്ഷി, ഏതെങ്കിലും മൃഗം ബെഡ് റെസ്റ്റ് എടുക്കാറുണ്ടോ? നമ്മൾ മാത്രമല്ലേ എടുക്കാറുള്ളൂ. അതിനെ ആലോചിച്ച് നോക്കാം. അവസാനം വരെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മാത്രമാണ് എനിക്ക് വയസ്സായി ഗോപാലകൃഷ്ണ, ഇനി എന്തോന്ന് ജീവിതം. ഞാൻ പറയാറുണ്ട്, KR ഗൗരിയമ്മയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 94 വയസ്സായിട്ട് 30 കൊല്ലായി. അമ്മച്ചി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു വിഷമവും ഇല്ലാണ്ട് നടക്കുന്നുണ്ട്. വാക്കുകളൊന്നും വരാത്ത അവസ്ഥ വരെയായി. പിന്നെയും അവരിങ്ങനെ പ്രവർത്തിക്കണം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അച്യുതാനന്ദന് 91 വയസ്സായി.
ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അച്യുതാനന്ദൻ സാറിന് 91. ഇവിടെ 75 ആയാൽ എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നടക്കുന്നത്. പ്രവർത്തിക്കാം. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്താമയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേണ യോഗിനാം. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കലാണ് ഒന്ന്. അത് ഈ സന്യാസിമാർക്ക് സാധിക്കണം. ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നവർ ഓർമ്മിക്കണം. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. ഭാഗവതം ഭക്തി ഉണ്ടാക്കാനുള്ള ഗ്രന്ഥമല്ല. ഗോപാലകൃഷ്ണൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ ക്ഷമിക്കുക, ഇല്ലെങ്കിൽ മറന്നേക്കാം. കഥായിമാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഈ 350 പരം അധ്യായമുള്ള 12 സ്കന്ധമുള്ള ഭാഗവതത്തിന്റെ അവസാനത്തില് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു, വിജ്ഞാനം സയന്റിഫിക് ടെമ്പർ, വൈരാഗ്യം ബോണ്ടേജ് ഇല്ലാത്ത അവസ്ഥ, ബന്ധനമില്ലാത്ത അവസ്ഥ. അർത്ഥം മനസ്സിലായി? വിജ്ഞാനം ശാസ്ത്രവീക്ഷണം, വിജ്ഞാനം സയന്റിഫിക് ടെമ്പറും, വൈരാഗ്യം നോൺ ബോണ്ടേജ്, നോൺ അറ്റാച്ച്മെന്റ് അല്ല, അറ്റാച്ച്മെന്റ് വേണം, ബോണ്ടേജ് വേണ്ട, ബന്ധം വേണം, ബന്ധനം വേണ്ട. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. ബന്ധനം വേണ്ട മക്കളെ, ബന്ധം വേണം, ബന്ധനം വേണ്ട, സയന്റിഫിക് ടെമ്പർ വേണമെന്ന് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അടുത്ത് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു. ഭാഗവതം അതിനു വേണ്ടിയിട്ടാണ്. ഭാഗവതം പുരാണം എന്നല്ല പറയാ, ഭാഗവതം ശാസ്ത്രമുത്തമം. എന്താ ശാസ്ത്രം? യത് ശാസയതേ തത് ശാസ്ത്ര. ഏതെന്നാണോ ജീവിതത്തിന് നിർദ്ദേശം തരുന്നത് അത് ശാസ്ത്രം. ഏതെന്നാണോ ജീവിതത്തിൽ അനുശാസിക്കേണ്ടത്, that you have to implement in your life, that you have to take as the direction, that you have to take as the motivating force, guiding force, അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ ഓർമ്മിക്കണം, ഭാഗവതം എഴുതിയ കാലത്ത് അത് കേൾക്കാൻ ഋഷിവര്യന്മാരും ദേവന്മാരും ഗന്ധർവന്മാരുമാണ് അത് കേൾക്കാനിരുന്നത്. പാർലിക്കാട് ഭാഗവത സത്രത്തിൽ ഇപ്പൊ ഇരിക്കുന്നത് ദേവന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും അല്ല, പച്ച മനുഷ്യരും. ആ പച്ച മനുഷ്യരെന്ന് വെച്ചാൽ മലപ്പുറത്തുകാരൻ നല്ല അർത്ഥം ഓർമ്മിക്കുക, അല്ല മനുഷ്യര്. ആ മനുഷ്യർക്ക് മനസ്സിലാവുന്ന വിധത്തില് ഭൂമാനന്ദ സ്വാമി എന്ത് ഭംഗിയായിട്ടാ അഷ്ടാവക്ര ഗീതയെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഹേ ജനക മഹാരാജാവേ ഈ ശരീരം. 8 വളവുള്ള പാർട്ടിയാണ് അഷ്ടാവക്രൻ. 8 വളവുള്ള പാർട്ടി, നമുക്ക് ഒരെണ്ണം തന്നെ ഉണ്ടായിട്ട് നടക്കാൻ വയ്യ. അവ 8 വളവുള്ള പാർട്ടി ആ മഹാഋഷിയുടെ അടുത്ത് ജനക മഹാരാജാവ് കർമ്മണൈവ ഹി സംസിദ്ധ്യം ആസ്ഥിത ജനകാദയ. ശ്രീകൃഷ്ണൻ കോട്ട് ചെയ്ത വ്യക്തിയാണ് ജനക മഹർഷി. ശ്രീകൃഷ്ണൻ കോട്ട് ചെയ്തത് ജനക മഹാരാജാവിനെ കുറിച്ചാ. സീതാദേവിയുടെ അച്ഛൻ, സീതാദേവിയുടെ വളർത്തച്ഛൻ. ആ ജനകനെ കുറിച്ച് സീതാദേവി എന്താ പറയണേ അറിയോ? എൻ്റെ വലത്തെ കയ്യ് അല്ലയോ ആര്യപുത്ര, അങ്ങയുടെ വലത്തെ കയ്യിൽ വെച്ച് എൻ്റെ വിവാഹം അങ്ങയുമായി നടത്തിയപ്പോൾ എൻ്റെ അച്ഛൻ ജനക മഹാരാജാവ് പറഞ്ഞത് അങ്ങ് കേട്ടതല്ലേ? രാമന്റെ സുഖമാണ് നിന്റെ സുഖം, രാമന്റെ ദുഃഖമാണ് നിന്റെ ദുഃഖം. രാമൻ നടക്കുന്ന വഴിയിലുള്ള കല്ലും മുള്ളും ഇലയും പറുക്കി മാറ്റാനാണ് ഞാൻ നിന്നെ രാമന്റെ കൂട്ടത്തിൽ അയക്കുന്നത് സീതാദേവി. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ, ഞാനൊരു ചോദ്യം ചോദിക്കാം. എൻ്റെ ഭാര്യയുടെ പേര് രുക്മിണി, എൻ്റെ ഭാര്യയുടെ പേര് രുക്മിണി, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഭാര്യ എങ്ങനെയാ പേരെഴുതുക? രുക്മിണി ഗോപാലകൃഷ്ണൻ. അപ്പൊ പെണ്ണിന്റെ പേരിന്റെ ആദ്യം പെണ്ണിന്റെ പേര് വരും, പിന്നെയാണ് ആണിന്റെ പേര് വരും. ഒരു ചോദ്യം, സീതാരാമൻ ആണോ പെണ്ണോ? സീതാരാമൻ ആണോ പെണ്ണോ? ആണാണ്. പെണ്ണിന്റെ പേര് ആദ്യം വന്നിട്ടും എങ്ങനെയാണ് ആണിന്റെ പേരായി മാറിയത്? അത്രയും ഒന്നാണത്, അത്രയും ഒന്ന്. അതുകൊണ്ട് തന്നെ ആ ജനക മഹാരാജാവിനെ അഷ്ടാവക്രൻ കൊടുത്ത ഉപദേശം എന്ത് ഭംഗിയായിട്ടാ ഭൂമാനന്ദ സ്വാമി കൂട്ടരെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്. ഞാൻ പുറകിലിരുന്നോണ്ട് മുഴുവൻ കേൾക്കായിരുന്നു. എനിക്ക് സ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ്.
ഭയങ്കര ഇഷ്ടം. ആ ചെറുപ്പത്തിലുള്ള അതേ മുഖം തന്നെയാണ് സ്വാമിക്ക് ഇപ്പോഴും ഉള്ളത്. എന്നെ കാണുമ്പോൾ ഒക്കെ പറയും, ശബ്ദം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. ഞാൻ നിങ്ങളോടും പറയുന്നു, ഭാഗവതം ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നിങ്ങളും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് എന്തറിയോ, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുമായി ബന്ധമുള്ളവർക്ക് കഥകള് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുക. അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താ ഉപദേശങ്ങള്? അടിതെറ്റിയാൽ പ്രസിഡന്റും വീഴും, കുരയ്ക്കുന്ന സെക്രട്ടറി കടിക്കില്ല, കടിക്കുന്ന വൈസ് പ്രസിഡന്റ് കുരയ്ക്കില്ല, മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല, ചൂടുവെള്ളത്തിൽ വീണ ട്രഷറർ പച്ചവെള്ളം കണ്ടാൽ. പണ്ടുള്ളവർ പറഞ്ഞ മാതിരി ഒന്നുമല്ല പറയേണ്ടത്, മാറ്റി പറയണം. 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, ഇനി ഞാനെന്ത് വേണം? ഞാൻ പട്ടിയുടെ മുമ്പിൽ പോയാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ പട്ടിക്ക് വേണ്ടി എഴുതിയതല്ല, അത് നമുക്ക് വേണ്ടി എഴുതിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉപദേശങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കാം. അതേപോലെ ഗോപാലകൃഷ്ണൻ ലാസ്റ്റ് ഈ ക്ലോക്ക് എന്നെ അറിയിക്കുന്നു, 1 മിനിറ്റ് ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മിക്കുക, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നു, നമ്മുടെ ജീവിതം പ്രയോജനപ്രദമാവണം. ഇന്നു മുതൽക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രയോജനപ്രദമായി ജീവിക്കുക, വിശ്രമിക്കരുത്. ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ പോലും അത് മാറിക്കിട്ടും. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല, നിങ്ങൾക്ക് BP വരില്ല, നിങ്ങൾക്ക് ഡയബറ്റിക്സ് വരില്ല. നിങ്ങൾ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവനും വരുന്നത്. ചിന്തിക്കേണ്ടത് പുറത്താണ്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കൂ. ധന്യമായിട്ട് ഗോപാലകൃഷ്ണൻ്റെ അനുഭവത്തിൽ പറയുന്നു, ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ വരേണ്ടതെല്ലാം വരും, അത് വന്ന പോലെ പോകും. ആഗമാ പായിനോ നിത്യ താം തിദിക്ഷസ്വ ഭാരത ഗദാസൂന ഗദാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. അതേപോലെ ഞാൻ ഭൂമാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള സ്വാമിമാരോട് തൊഴുകയ്യോടെ ദൂരെ മാറി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു, അസാധാരണമാം വിധത്തിൽ ഭാരതത്തില് മതം മാറ്റം നടക്കുന്നു. ഈ ധർമ്മത്തിൽ നിന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മതം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഞാനായി, എൻ്റെ കാര്യമായി ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. അങ്ങനെ ജീവിക്കല്ലേ. ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്തില്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ 11ാമത്തെ ഒരു അവതാരം വരുമെന്ന് ധരിക്കല്ലേ. 10 അവതാരങ്ങളും കഴിയാൻ പോവുകയോ ചെയ്യുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അവനവന്റെ കുടുംബത്തിന്, അവനവന്റെ സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പരമാവധി ചെയ്യുക. യപരേഷാം ഉപകാരായ ജീവതി സ ഏവ ജീവതി. ഋഗ്വേദ മന്ത്രം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. യഹ, ആരാണോ പരേഷാം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, അവരാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സാധിക്കട്ടെ, ധന്യമായ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്ര ശബ്ദം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം ഈ ആലുവയിലെ ഭാഗവത സത്രത്തിൽ മിനിങ്ങാന്ന് 10-18,000 പേരുണ്ടായിരുന്നപ്പോൾ അടിച്ച് കലക്കി പ്രസംഗിച്ചപ്പോൾ മൈക്ക് കുറച്ച് കുഴപ്പമുള്ളതായത് കാരണം ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ തൊണ്ട പോയി, ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ശരിയായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രദേശത്ത് എവിടെ പ്രഭാഷണങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് മൊബൈൽ ഫോണിൽ എവിടെയാണ് പ്രഭാഷണം, എത്ര മണിക്കാണ്, ഏതാണ് വിഷയം എന്നറിയണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കൗണ്ടർ അവിടെയുണ്ട്. ആ കൗണ്ടറിൽ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്ലിപ്പിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിലും എഴുതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള പ്രഭാഷണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലൊക്കേഷനും സബ്ജക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിയിക്കുന്നു. കുറേ പുസ്തകങ്ങൾ അവിടെ ഉണ്ട്, ആ CD കൾ അവിടെ ഉണ്ട്. ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല. വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പരമാവധി കോപ്പിയെടുത്ത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ രാഷ്ട്രം ചൈതന്യവത്തായി തിരിച്ചു വരുന്നതിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും വിളക്ക് നിങ്ങൾ കത്തിക്കുക. ധന്യമായി വേദിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ, എന്നെ സ്വാമി വിളിച്ചതിൽ, സ്വാമിയുടെ ശിഷ്യന്മാരെന്നെ വിളിച്ചതിൽ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സന്തോഷമുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു അറിഞ്ഞൂടാ എനിക്ക്.
എങ്കിലും ഞാൻ പറയുന്നു, ഇത്രയും ഉജ്ജ്വലമായ മുഖഭാവത്തോടു കൂടി ഇരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ ഭാഗവത സത്രത്തിലെ ശ്രോതാക്കളുടെ മുമ്പില്, സ്വാമിമാരുടെ മുമ്പില്, എല്ലാവരുടെയും മുമ്പിൽ തൊഴുകയോടെ ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ വീടിന്റെ ഐശ്വര്യം നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മുടെ മക്കള്, നമ്മുടെ ഭർത്താവ്, ഭാര്യ, സഹോദരന്മാര്, അച്ഛൻ, അമ്മ, ചൈതന്യവത്തായ സാംസ്കാരിക മൂല്യങ്ങളുള്ള ധന്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നന്മകളുള്ളത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ജഗതീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.